തങ്കമ്മേ, ഇഞ്ഞും ബിരിയാണി തിന്നാനായിട്ടില്ല അവിടെ? അച്ഛാ, ഈ അച്ഛനെ കൊണ്ട് തോറ്റു. അച്ഛനൊന്നല്ല ആദ്യം കഴിക്കാം. ഇവിടെ ആളുകൾ വീടും കല്യാണത്തിന് അവർക്കൊക്കെ കൊടുത്തിട്ട് നമ്മൾ കഴിക്കാം. ഇജ്ജവിടെ മുണ്ടാതിരുന്നോട്ടോ തക്കുടുവാവേ. പിന്നെ ഇച്ച് നല്ലോണം വിശക്കുന്നുണ്ട്. മുപ്പ, ഒന്ന് സബൂറാകും മുപ്പ. വരുന്ന ആൾക്കാർക്ക് ആദ്യം കൊടുക്ക. അതൊന്ന് മനസ്സിലാക്കിക്ക. അതൊന്നും ഇച്ച് മനസ്സിലാവൂല. ഇച്ച് നല്ലോണം വിശക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞില്ല വേണ്ട. ഇച്ച അന്ന് അന്നോടുണ്ട് മുപ്പത്തിയെ, അല്ലെങ്കിൽ ഞാൻ ആ കുടുക്കെടുത്തിട്ട് ഓടും. കുഞ്ചാ, നമ്മളെ മുപ്പന്റെ ചുക്കട്. കുഞ്ചിയെ, നമ്മളെ മുപ്പന്റെ ചുക്കട്. നമ്മളെ മൂപ്പന്റെ ചുക്കട് എന്ന് മാറാനാണ്? ഇത് തിന്നാഞ്ഞിട്ട് പ്രാന്തിക്കാണ്. മുപ്പത്തിയെ, ആദ്യം മുപ്പന് തിന്നാന് കൊടുത്തല്ല, അത് നല്ലതാ. അതെ, അതാണ് നല്ലത്. ഒന്നല്ലെങ്കിലും നമ്മളെ മൂപ്പനല്ലേ. മൂപ്പനെ തിന്നാൻ കിട്ടാഞ്ഞിട്ടൊന്നല്ല, തീറ്റ കൂടിയതിന്റെ പ്രശ്നാണിത്. മൂപ്പത്തിയെ, നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം മൂപ്പനെ തീറ്റിച്ച, എന്നിട്ടേ ഉപ്പ് കുറവുണ്ടോ മുളക് കുറവുണ്ടോ നോക്കാൻ ഒരാളായില്ല ഫസ്റ്റ് തിന്നണാള്. ഇന്റെ ചിന്നുട്ടിയെ, ഇജ്ജി അങ്ങനെ ഇങ്ങോട്ട് ചെറുതാക്കൊന്നും വേണ്ട ഈ കാതിർക്കാനെ. അയ്യോ, ഞാൻ പറഞ്ഞത് അബദ്ധമായി തക്കറാവേ. ഈ കാതിർക്കാന്റെ ബിരിയാണിയിലെ ഉപ്പും ഉണ്ടാവൂല അധികം, മുളകും ഉണ്ടാവൂല അധികം, പുളി ഉണ്ടാവൂല അധികം, ഒക്കെ കറക്റ്റ് ഇരിക്കുന്നു. ആ, അതൊക്കെ ശരിയാ, ഞങ്ങള് കുറെ കഴിച്ചതാണല്ലോ. കാതർക്കന്റെ തമാശ അല്ല തക്കറാവേ. പിന്നെ ഇല്ല, ചിന്നൊരു തമാശ പറഞ്ഞതല്ലേ, അത് കാതർക്ക് ഇങ്ങനെ കാര്യാക്കിയാലോ? തമാശ? ഇതൊക്കെ തമാശ? ഞാനിവിടെ എത്ര നേരത്തെ വന്നിട്ട് ബിരിയാണി വെക്കരുത് കൊടുത്തിക്കണോ. വെച്ചുണ്ടാക്കണ ആളെ ബുദ്ധിമുട്ടേ അറിയണമെങ്കിൽ നിങ്ങൾ അമ്മനോടൊന്ന് ചോദിച്ചു നോക്കി, അപ്പ അറിയാം. അതൊക്കെ എനിക്ക് നല്ലോണം അറിയാതിരിക്കാ. ഞാൻ എന്റെ അമ്മനെ എപ്പോഴും നല്ലോണം സഹായിക്കലുണ്ട് അടുക്കളയിലൊക്കെ. സഹായിക്കലുണ്ടെന്നോ? എപ്പോ? അന്റെ കളിയൊക്കെ കഴിഞ്ഞിട്ട് അനക്ക് അടുക്കള സഹായിക്കാൻ എവിടെ സമയം? കണ്ടോ കണ്ടോ, ഓള് പറയുന്നത് കേട്ട് പഠിച്ചോ. ഓളോളെ അമ്മയെ സഹായിക്കലുണ്ടെന്ന് പറയുന്നുണ്ട് തക്കറാവേ. അതമ്മ, ഓള് വെറുതെ പറയാണ്. ഓള് എന്റെ ഒപ്പം തന്നെ എപ്പോഴും ഓളെ സഹായിക്കാൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് പൊന്നാര് പാത്തോ, ഇത് അവിടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിന്നിട്ടേ ആ കലത്തിന്റെ ഉള്ളിക്കെങ്ങാനും വീഴണ്ട. അഥവാ കഴുത്തിന്റെ ഉള്ളിൽ വീണാലേ നമുക്ക് ചിക്കൻ പീസ് കൂടും. ഒന്ന് പോടി പെണ്ണെ അവിടുന്ന്. ഇപ്പൊ എണ്ണ ആദ്യം കൊന്നിട്ടാനും വേണ്ട, ഇറച്ചി തിന്നണം പറഞ്ഞ് നടക്കാണ്. കുട്ടികളെ ഒരു തമാശ പറഞ്ഞതല്ലേ പാത്തുവോ. ഇജ്ജ് അവിടെ ഇങ്ങനെ നിന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കാതെ ഈ സാവോളിക്കൊന്ന് അരിഞ്ഞാട്ടെന്ന്. മനസ്സ് അങ്ങോട്ട് കണ്ണുറന്ന് നേരത്തെ നോക്കി നോക്കാം. ഞങ്ങളൊക്കെ സവോളയൊക്കെ എപ്പോ അങ്ങനെ അരിഞ്ഞു വെച്ചിക്കണു, അതൊക്കെ ഇങ്ങോട്ട് എടുത്തളാ. ഇത്ര നേരത്തെ അരിച്ചിട്ട് നടത്തിക്കൂടി ഞങ്ങൾ അതൊക്കെയെന്ന് അറിയോ? അത് ശരി, ഞാൻ കണ്ടിട്ടില്ല പാത്തുവോ. അതിനെങ്ങനെ കണ്ണ് നാലുവരല്ലേ, ഒക്കെ താഴത്തേക്ക് നോക്കി നടക്കണേ. ഒരബദ്ധക്കെ ആർക്കും പറ്റും പാത്തുവോ. ഇതൊന്ന് ക്ഷമിച്ചാഞ്ഞേക്കുന്ന്. അപ്പൊ ചിന്നോ, ഇന്റെ ബിരിയാണി വെച്ചിട്ടേ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കണതേ ചിന്നു ഇരിക്കും. ഈ അതൊന്നും വേണ്ട, കാദർക്കാന്റെ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നേ, ഞങ്ങൾക്കൊക്കെ അറിയാന്നേ. ഞാൻ വെറുതെ തമാശ പറഞ്ഞതല്ലേ, നിങ്ങൾ അതൊക്കെ കാര്യാക്കിയോ? അതല്ല, ഇന്നാലും ചെറുതായിട്ടൊരു വിഷമം എന്റെ മനസ്സൊക്കെ കേറി കൂടിക്കൂണേ. ഉന്റെ കാദർക്ക, ആ കുട്ടി ഒരു തമാശ പറഞ്ഞതല്ലേ. ഞാൻ വെറുതെ പറഞ്ഞതാ പാത്തുവോ. ഇറ്ററിയില്ല എന്റെ ചിന്നൂട്ടിനെ. അതാണ് തക്കുവാവേ, എവിടെ കുഞ്ഞപ്പൂവും പൊടിമുളക്കും എവിടെ? ഓലി ചിന്നുന്റെ വീട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ടേ മറ്റേ കുടുകുടൂനി കുറുകുറേനും വിളിച്ചിട്ട് പോയിക്കണോ. ഹായ്, എന്റെ വീട്ടിൽ കൊണ്ടുപോയാ അവരെ? ആന്ന്, അവിറ്റങ്ങൾ ഇവിടെ ഒതുങ്ങി നിക്കണില്ലാന്ന്, അങ്ങോട്ടോടിയിട്ടും ഇങ്ങോട്ടോടിയിട്ടും. അപ്പൊ ആ വീടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക പറഞ്ഞിട്ടേ കുഞ്ഞാപ്പൂന്റെ ഒപ്പം പറഞ്ഞയച്ചതാണ് അമ്മ. ഷോ, ഞാൻ അറിഞ്ഞില്ല. ഇന്ന് ഞാനും പോയിന്ന് ഒപ്പം. ഓൾക്ക് കുറച്ച് ബിസ്ക്കറ്റും മിച്ചറൊക്കെ എടുത്തോടുത്തിന്ന് ഞാന്. ഇത് എടുത്തോ, പിന്നെ അനക്കവിടെ ബാക്കിയൊന്നും ഉണ്ടാവില്ല. ഓള് അത്രക്ക് തീറ്റ പണ്ടാരങ്ങളാണ്. അല്ല പത്തോ, ഇജ്ജില് ഗൾഫ് പോകാന്നൊക്കെ പറഞ്ഞിരുന്നത് എന്തായി? അതിനിപ്പോ പാത്തിന് ഈ മരത്തിൽ കയറാൻ പേടിയല്ലേ? അതിന്റെ കാര്യമൊന്നും പറയണ്ട കാതർക്ക. ഇച്ചി ഭീമത്തിൽ കയറാൻ പേടിയാണേ. പാത്തത്ത് കയറുമ്പേ ഞങ്ങൾ ഇവിടെ താഴത്ത് നോക്കിക്കൊണ്ടിരിക്കാം. പാത്തത്ത് പേടിച്ചണ്ട. ഭീമാനെന്ന് പറഞ്ഞാല് എന്താണ്? എന്തിനാ പേടിക്കുന്നത്? കുഞ്ചേ, അത് ചെല്ലപ്പള്ളി അച്ചുന്തേരീനെ പേടിപ്പിച്ചാനും വന്നിട്ടുണ്ടാകും. അതക്കരം. ചെന്തേടീനെ പേടിപ്പിച്ചോ വിമാനം? എന്നാലും അതെന്ത് സാധന? കുഞ്ചേ, അതെന്തെന്നറിയോ? ആകാശത്ത് കൂടെ ഇങ്ങനെ പറന്നു പോകൂലേ, അതൊരു സാധനമാണ്. എന്നിട്ട് അതിൽ കയറി പോയാ മതി. മേലിക്കൂടെ പോണത്
കിളികള് പാറിപ്പോണതല്ലേ മേലെ കൂടെ ചിറകൊക്കെ വെച്ചിട്ട്. ആ ചിറകൊക്കെയുള്ള വാഹനമാണത്. അത് ആകാശത്ത് കൂടി ഇങ്ങനെ പാറിപ്പോകും. അതിന്റെ ഉള്ളിൽ കേറിയിട്ട് നമുക്ക് വിദേശത്തൊക്കെ പോവാ. ഈ കടലിനക്കരെ പോവാ. കടലിന്റെ അക്കരക്ക് പാറിയിട്ട് പോകാന് പറ്റോ? ആണ് പറ്റും. അപ്പൊ അവിടെ പോയിട്ട് എന്താക്കാനാണ്? കുഞ്ചി അവിടെ ആൾക്കാരൊക്കെ നമ്മള് പോലെ ഓലിക്ക് അടുത്തേക്ക് പോകാ. അവരൊക്കെ കാണാ. കുറേ സ്ഥലങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. കുഞ്ചിന്റെ നാട്ടിലത്തെ പോലെ കാടൊക്കെ ഉണ്ടാവോ? വല്ലാത്തൊരു സംശയമായി പോയപ്പത്. ഞാനാണെങ്കിലേ ഗൾഫിക്കൊന്നും പോയിട്ടില്ല. അവിടെ കാടൊക്കെ ഉണ്ടോണാവോ? മരുഭൂമി എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ചിലപ്പോ അവിടെ കാടൊന്നും ഉണ്ടാവൂലായിരിക്കും. അല്ലെങ്കിൽ പിന്നെ സംശയം തീർക്കാനേ കാതർക്കാടെന്ന് ചോദിച്ചോക്കാം. അല്ല കാതർക്ക, നിങ്ങൾ ഗൾഫിക്ക് പോയിട്ടില്ലേ? ഗൾഫിക്കോ ഞാനിട്ട് പോയിക്കണോന്നോ? ഞാൻ അവിടുത്തെ നല്ലൊരു പാചകക്കാരനായിരുന്നു. ആഹാ, എന്നിട്ട് എന്നിട്ട് എന്നിട്ടെന്താ അവിടുത്തെ അറബിക്ക് ഞാനേന്ന് വെച്ച ജീവനായിരുന്നു. ചക്രവാണി കേട്ടില്ലേ? എന്നിട്ടോ ബാക്കി പറ കാതർക്ക. എന്നിട്ട് എന്താന്നോ ഞാൻ ഉണ്ടാക്കണ കുബൂസും കപ്സയും മട്ടൻ വെച്ചതൊക്കെ എന്തൊരു ഇഷ്ടാന്നറിയാം അറബിക്ക്. അതെന്താ സാധനം? കുഞ്ചേ അത് എന്തെങ്കിലും ചതനക്കാരം. കുഞ്ച, എന്നാലും അങ്ങനെ പറഞ്ഞാല് എന്താണ്? കുഞ്ചി, അങ്ങനെ പറഞ്ഞ എന്താന്നറിയോ? നമ്മളൊക്കെ തിന്നുന്ന സാധനങ്ങളാണ്. എന്നിട്ട് ബാക്കി പറ. എന്നിട്ടെന്താ ഒരീസേ അറബെടുത്ത് തൂക്കി വെളിയിലെറിഞ്ഞു. പിന്നെ പാത്തോ ഇജിന്റെ പാചകത്തിന് അങ്ങനെ കുറ്റം പറയുന്നത് വേണ്ട കേട്ടോ. ഇച്ചേ ഇന്നെ ഇഷ്ടായിട്ട് അറബി തന്ന കുപ്പായാണ് എന്റെ മേത്ത് ഇപ്പോഴും കിടക്കുന്നത്. ആ അറബിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഈ കുപ്പായം കൂടെ ഊരാത്തത്. ആ അറബിനോടുള്ള മുഹബത്താണ് എന്റെ ഈ കുപ്പായം. ആ അതൊക്കെ ഒരു കാലം. എന്നിട്ട് നല്ല രസമുണ്ട്. ബാക്കി കൂടി പറ കാതർക്ക. അതൊക്കെ ഞാനേ ചിന്നോട്ടിക്ക് ഇഷ്ടം പോലെ പറഞ്ഞുതരാം. ഇപ്പൊ തന്നെ പറഞ്ഞും കൊണ്ടെന്നാലേ ചിന്നോട്ടിക്ക് ബോറടിച്ചു. പോയിട്ട് പുതിയ കുപ്പായൊക്കെ ഇട്ട് വന്നാ കല്യാണല്ലേ ഇവിടെ. ഈ ടൗസറും കുപ്പായിട്ടിട്ട് ഇവിടെ നിക്കണത് ആൾക്കാരൊക്കെ വരുമ്പോ. അതൊക്കെ ഞാനിപ്പോ മാറ്റിട്ടേ സുന്ദരിയായിട്ട് വരും കാതർക്ക. ഇനി വേഗം പോയി മാറ്റിട്ട് സുന്ദരിയായിട്ട് വന്നോ. കാതർക്കൊന്ന് കാണട്ടെ പുതിയ കുപ്പായൊക്കെ ഇട്ടിട്ട്. ചക്രവാണി, നമുക്ക് പുതിയ ഡ്രസ് ഇടണ്ടേ? പിന്നെ നമുക്ക് ഇടണം ജിന്നൂസേ. ഇങ്ങനെ പുതിയ കുപ്പായൊക്കെ ഇട്ടിട്ട് സുന്ദരി ആയിട്ട് വരും. കുഞ്ചി, ഞങ്ങൾ പുതിയ ഡ്രസ് ഒക്കെ ഇട്ടിട്ട് വരട്ടോ. എന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കണം. എന്തൊക്കെ പരിപാടി ഉണ്ട്? ഫോട്ടോ അതെന്ത് സാധനം? സോ, ഈ കുഞ്ചിക്ക് എല്ലാ കാര്യങ്ങളും സംശയാണ്. ചിന്നു, ഈ കുഞ്ചിന്റെ പണി എന്താണെന്നറിയോ? എപ്പോഴും കുഞ്ചിക്കൊക്കെ സംശയമായിരിക്കും. അപ്പൊ അതൊക്കെ പറഞ്ഞു കൊടുക്കലാണ് കുഞ്ചിന്റെ പണി. പണ്ടേ അങ്ങനെ തന്നെയാണ്. കുഞ്ചിന് സംശയം തീർക്കാനുണ്ടേ കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മളൊക്കെ പെട്ടിന്നു ഇതേതാ അതേതാ പറഞ്ഞു കൊടുത്തിട്ട്. അമ്മ, ഞങ്ങൾ പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട് സുന്ദരിയായിട്ട് വരാട്ടോ. ഇജ്ജൊക്കെ സുന്ദരിയായിട്ട് വരുമ്പക്കിനെ ഞാൻ ഇവിടുന്ന് ബിരിയാണി ഒക്കെ തിന്നിട്ടുണ്ടാവും. പിന്നെ അനക്കൊന്നും കിട്ടൂല. ചക്കടുവാവേ ഇജ്ജ് ഇവിടെ തന്നെ നിന്നോ ഈ ചെമ്പിന്റെ അടുത്ത്. ഓള് പോയിക്കോട്ടെ. ഓ, ഈ അച്ഛന്റെ ഒരു കാര്യം. ഇപ്പൊ നോക്കിയാൽ തിന്ന ഒറ്റ ചിന്തയുള്ളൂ. എച്ച് തിന്നാനൊന്നും വേണ്ട. ഞാൻ പുതിയ ഡ്രസ് ഇട്ടിട്ട് വരാം. ആ ഇജ്ജ് പോകാണെങ്കിൽ പോയിക്കോ. ഇച്ചെന്താ ബിരിയാണി ഒക്കെ ഞാൻ അങ്ങോട്ട് തിന്നോണ്ട്. മൂപ്പ, നല്ലൊരു ദിവസമായിട്ട് ഒന്നും മിണ്ടാതിരുന്ന മൂപ്പ. കുഞ്ചാ, നമ്മളെ മൂപ്പന്റെ ചുക്കട്. കുഞ്ചേ നമ്മളെ മൂപ്പന്റെ ചുക്കട്. കുഞ്ചേ കുഞ്ച ഇന്ന അങ്ങനെ പറയണ്ടട്ടോ. ഇച്ച് ചൂക്കേടൊന്നുമില്ല. ഇപ്പൊ നോക്കിയാലും അമ്മയുടെ മുപ്പതിന്റെ സൂക്കേട്. കുഞ്ചാ, നമ്മളെ മൂപ്പന് നമ്മളോട് തെറ്റിക്കണൂന്നാ തോന്നുന്നത്. കുഞ്ചേ നമ്മളെ മൂപ്പനൊന്നും നമ്മളോട് തെറ്റൂല അല്ലേ മൂപ്പ? നിങ്ങൾ രണ്ടാളൊന്നും ഉണ്ടാതിരുന്നാണ് ഇച്ചല്ലെങ്കിൽ തന്നെ ഭയങ്കര വിശപ്പുണ്ട്. കുഞ്ചേ, ഇനി മൂപ്പനോട് മിണ്ടാണ്ടിരിക്കാൻ നല്ലത്. മൂപ്പന് വിശപ്പ് തലേ കേറിക്കണു. മൂപ്പ, മൂപ്പന് ആദ്യം ബിരിയാണി തിന്നോ, എന്നിട്ട് എല്ലാവർക്കും കൊടുത്ത
മുപ്പത്തിയെ അങ്ങനെ ചെയ്താ മതി. അമ്മ ഞങ്ങൾ പോയി. കുഞ്ഞാപ്പൂ നിങ്ങൾ രണ്ടാളും ഇതുവരെ പുതിയ ഡ്രസ് ഇട്ടില്ലേ? ആ ഞാൻ വിചാരിച്ചു നിങ്ങൾ രണ്ടാളും ഡ്രസ് മാറ്റാൻ പോയിക്കിരിക്കുന്നു. പുതിയത് ഇട്ടിട്ടപ്പോ വരുന്നു. ഞങ്ങൾ പുതിയത് ഇടാൻ വേണ്ടി പോകണം. കുഞ്ഞാ ചുന്ദരനും ചുന്ദരിയും വന്നിക്കുന്നു. കുറു കുറുനി കുടുകുടുനി കാണാനില്ല. സുന്ദര സുന്ദരി കുറും കൂടും എവിടേക്ക് പോയത്? ഇത് പഠിച്ചോനീ ഓള് കാര്യൊന്നും പറയണ്ട. എന്താണ് ഓളില്ലേ ഓൾക്കുണ്ടല്ലോ ചിന്നുനെ മട്ടുപ്പാവ് കണ്ടപ്പോ നല്ലോണം ഇഷ്ടായിക്കണു. എന്നിട്ട് ഓലെവിടെ? എടി ചിന്നു ഞങ്ങൾ ഓല് കൊറേ വിളിച്ചു. ഓല് വരുന്നില്ല. ഓൾക്ക് അവളെ അമ്പിളിമാമനെയും കണ്ടിട്ടേ അവിടെ കടന്നാ മതീന്ന്. അപ്പൊ ഓല് കടന്നുറങ്ങായോ? കടന്നുറങ്ങുന്നില്ല. വെറുതെ തമാശക്ക് കിടക്കാണ്. ഞങ്ങളോടെ തിന്നാനും കുടിച്ചാനും ഒക്കെ ഉള്ളത് എടുത്തിട്ട് കൊണ്ടേ കൊടുക്കാൻ നടക്കണേ. അതിനപ്പൊ ഞങ്ങൾ വന്നിക്കണത്. ഓല് രണ്ടാളുണ്ടല്ലോ ഇന്റെ അച്ഛന്റെ കൂട്ടാണ്. എന്റെ അച്ഛന് ഓൾക്ക് ഒരേ സ്വഭാവമാണ് കിട്ടിക്കണത്. അതിനിപ്പോ ബിരിയാണി നമ്മൾ ആയിട്ടില്ല. അതിന് ഓൾക്ക് എന്ത് തിന്നാൻ കൊണ്ടെടുക്കാ? എന്തായാലും മണിന്റെ ചിന്നോ. പക്ഷെ ഓലേട്ടൊക്കെ ഉണ്ടല്ലോ തിന്നല്ലാതെ പോയാലേ ചിലപ്പോ നമ്മളെ പിടിച്ച് തിന്നു നല്ല സംശയമുണ്ട്. അപ്പൊ പൊടിമോളും മിന്നൊക്കെ എവിടേക്ക് പോയി? ഓലൊക്കെ എവിടേക്ക് പോയിക്കണേ? ഇത്ര നേരിട്ട് കാണാനല്ലോ. ഓലൊക്കെ മേക്കപ്പിന്റെ തിരക്കിലാണ്. ഓലൊക്കെ ഏതോ ഫാഷൻ പീരിയഡിന് പോണ പോലത്തെ മേക്കപ്പാ നടക്കുന്നത്. മിന്നുന്റെ ഒരുക്കമാനം കണ്ടിട്ടോന്നേ ഓളെ കല്യാണാണ്. അതെ അതെ കണ്ണട മുന്നിൽ നീറ്റിലില്ല പെണ്ണ്. ചിന്നു നമുക്ക് പോയിട്ട് ഡ്രസ് മാറി നടക്ക്. ഇനി നടക്ക് നമുക്ക് പോയി ഡ്രസ് മാറാം. അപ്പൊ പിന്നെ ഞങ്ങൾ പറഞ്ഞത് എന്താ? അവർക്ക് തിന്നുണ്ടാക്കാതെ പോകാൻ പറ്റില്ലാന്ന്. അത് പിന്നെ അവളെ അമ്മല്ലേ അമ്മനെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാം നമുക്ക്. നമുക്ക് പോയിട്ട് സുന്ദരിയായിട്ട് വരാം. പിന്നെ അല്ല ചിന്നസേ നമുക്ക് നമ്മുടെ ഉടുപ്പൊക്കെ ഇട്ടിട്ട് തിളങ്ങണ്ടേ? അമ്മ ഞങ്ങൾ പോയി. കിടന്ന് തൊണ്ട കീറാതൊന്ന് പോയിട്ട് വാ കുട്ടികളെ. ഓല് പറിച്ചിലേട്ടാ വിചാരിച്ചു ഒരു ദുബായിക്കാ പോണെന്ന്. ചിഞ്ഞോ വേഗം വാട്ടോ. ഇതില്ലങ്ങിട്ട് ഇവിടെ തമാശ പറയുന്ന ആളില്ല. ചിന്നു മാത്രമല്ലേ വന്നിരിക്കാൻ, ഞങ്ങൾ എല്ലാവരും ഇപ്പൊ വരാം. ഇപ്പത്തെ കുട്ടികളൊക്കെ ഒരു കാര്യം അല്ല പറ്റുവോ? ഇതിപ്പോ ചെമ്പൊക്കെ നോക്കിയിട്ടേ ചിരിച്ചിട്ട് തുപ്പലൊക്കെ തീർപ്പിച്ചണ്ട. അതൊന്ന് ഓർത്തിട്ട് പേടിച്ചണ്ട പാത്തുവോ. ഞാൻ തിന്നുന്നതിന് തൊട്ട് പരിപാടിയല്ലാന്ന്. കാതിർക്ക ബിരിയാണി ആയില്ലേ? മൂപ്പന് നല്ലോണം പേയിച്ചിട്ടുണ്ടാവും.